Evidences. Palakkad SP Ajit Kumar സംസാരിക്കുന്നു. Sir, police have submitted many evidences and now the accused got the life imprisonment also. നമുക്കൊരു എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. 2019 ഓഗസ്റ്റ് മാസം 31 തീയതി ആണ് ഈ കേസ് സംഭവിച്ചിരിക്കുന്നത്. കേസിൻ്റെ വിശദാംശങ്ങൾ എല്ലാവർക്കും ഏകദേശം വളരെ നന്നായിട്ട് ഇത് നോളജിലാണ് ഉള്ളത്. ജനറൽ കാര്യം ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ശിക്ഷ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് എവിഡൻസ് കറക്റ്റ് പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്തിട്ട് പോലീസ്ക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു ഏറ്റവും നിർണായകം കാര്യമാണ് ഈ കേസിൻ്റെ കൺവിക്ഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മുടെ IPSHO ദീപ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം നമുക്ക് രൂപീകരിച്ചിട്ട് ആ സമയത്ത് എല്ലാം എവിഡൻസ് കളക്ട് ചെയ്തിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രധാനപ്പെട്ട സാക്ഷികളുടെ 161 സ്റ്റേറ്റ്മെൻറ്റ് 164 സ്റ്റേറ്റ്മെൻറ്റ് അടക്കം കംപ്ലീറ്റ് ശേഖരിച്ചിരുന്നു. ഈ കേസിൻ്റെ ചെറിയ ഈ മൈന്യൂട്ട് എവിഡൻസ് കൂടി ഞങ്ങൾ ഒരു സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അത് നമുക്ക് കോടതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു, FSLലേക്ക് എത്തിച്ചു. അതിൻ്റെ സയൻറ്റിഫിക് എക്സാമിനേഷൻ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഓരോരോ കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വാർത്തയിൽ ഞാൻ കണ്ട പ്രകാരം ഫുട് പ്രിൻറ്റ്സ്, പിന്നെ പോക്കറ്റിന് ഒരു പീസ് ഓഫ് ക്ലോത്ത്, ദറ്റ് ഓൾ എവറിത്തിങ് അത് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിച്ചു. കറക്റ്റ് പ്രതിയിലേക്ക് പ്രതിയായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു. ഇതാണ് നമ്മുടെ ഈ കേസിന്റെ കൺവിക്ഷനിലേക്ക്. വിറ്റ്നസ് നമുക്ക് ഒരു ടോട്ടൽ 44 വിറ്റ്നസ് ഞങ്ങൾ എക്സാമിൻ ചെയ്തു. എല്ലാം വിറ്റ്നസ് വളരെ കൃത്യമായിട്ട് മോഡി നമുക്ക് പറഞ്ഞിട്ട് ഈ കേസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതും ഒരു വളരെ പ്രധാന കാര്യമാണ്. ത്രെറ്റനിങ്ങിന്റെ ഇൻസിഡന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലെ കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തതാണ്. ഈ പ്രതി കോടതിയിലേക്ക് വരുമ്പോൾ വിറ്റ്നസ്ക്ക് നേരെ ഒരു പൊതുവെ പബ്ലിക്കലി ഭീഷണിപ്പെടുത്താനുള്ള കാര്യം കൂടി കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. സോ അതും ഒരു നിർണായക കാര്യമാണ്. ഇപ്പോൾ ശിക്ഷ നോക്കുമ്പോൾ ഡബിൾ ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ് ഉള്ളത്. 302 ഭാഗമായിട്ട് ഒരു ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് ഒരു 2 ലക്ഷം രൂപയുടെ ഫൈനാണ്. 449 ദാറ്റ് ഈസ് വെപ്പൺ കൊണ്ട് വീട്ടിൽ കയറിയിട്ട് ആക്രമിച്ചു. അതിൻ്റെ ഒരു ലൈഫ് ഇംപ്രിസൺമെന്റ് പ്ലസ് 2 ലക്ഷം രൂപയുടെ ഫൈനാണ് ഉള്ളത്. 5 years ഇംപ്രിസൺമെന്റ് 201 ഭാഗമായിട്ടാണ് ഉള്ളത്. സോ വളരെ നന്നായിട്ട് നമുക്ക് ഈ പ്രതിക്ക് ശിക്ഷിക്കാൻ സാധിച്ചു. എൻ്റെ ടീമിന്റെ റോൾ ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഉള്ളത്. 4.5 lakh rupees. 3.25 lakh rupeesന്റെ ടോട്ടൽ ഫൈൻ കൂടിയാണ് ഉള്ളത്. കോടതിയുടെ വിധി നമുക്ക് എഴുതിട്ട് ഇപ്പോൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ നമുക്ക് ജഡ്ജ്മെന്റ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. കോടതിയുടെ തീരുമാനം എങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് അത് പറയാം. നമ്മുടെ ഭാഗത്ത് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് ഒരു കേസ് കൂടിയാണ് ഉള്ളത്. ഇരട്ട കൊലപാതകത്തിന്റെ ഒരു കേസ് കൂടിയാണ്. അതിൽ നമുക്ക് ഫർദർ വളരെ എഫക്റ്റീവായിട്ട് ആ കേസ് കൂടി എടുക്കാൻ പോകുന്നത്. ഈ കേസ് പ്രസന്റ് ഈ സജിത മർഡർ കേസിന്റെ ഭാഗമായിട്ട് ഒരു ഏറ്റവും പ്രധാന കാര്യം കൂടിയായിരുന്നു. രണ്ടാമത്തെ കൊലപാതകം നടന്ന ശേഷം പോലീസ് വളരെ എഫക്റ്റീവായിട്ട് സീനിയർ ഓഫീസേഴ്സ് DIG തൃശൂർ റേഞ്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ പ്രസന്റ് കേസിന്റെ ഫയൽ മുഴുവൻ റിവ്യൂ ചെയ്തിട്ട് നോക്കി അതിലെ എന്തെങ്കിലും ഷോർട്ട് ഫാൾ ഉണ്ടോ അത് നിങ്ങൾ മുഴുവൻ പരിശോധിച്ചിട്ട് കണ്ടുപിടിച്ചു. അത് ചെയ്തിട്ട് FSLന്റെ റിപ്പോർട്ട്സ് ഞങ്ങൾ കുറച്ച് എക്സ്പെഡൈറ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കേസ് നമുക്ക് അത്ര പെട്ടെന്ന് ട്രയലിലേക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആസ് സൂൺ ആസ് പോസിബിൾ നമ്മുടെ ശ്രമമാണ്. ആസ് സൂൺ ആസ് പോസിബിൾ ദ ട്രയൽ ക്യാൻ ബി സ്റ്റാർട്ടഡ്. ആ കേസിന്റെ
ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ വളരെ സയന്റിഫിക് ആയിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല കോൺഫിഡന്റ് ആണ് ആ കേസിൽ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ റിസൾട്ട് ഈ കിട്ടും. പ്രതിയെ പേടിച്ച് പല ആളുകളും ഇപ്പോൾ നാട് വിട്ടിട്ടുണ്ട്, തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ താമസം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഡബിൾ മർഡർ കേസിൽ ഇവിടേക്ക് അവരെ എത്തിക്കാന്ന് പറഞ്ഞാൽ പോലീസിന് വലിയൊരു ചലഞ്ചല്ല, കാരണം ഈ പ്രതിയെ പല ആളുകൾക്കും വലിയ രീതിയിൽ പേടിയുണ്ട്. ഇപ്പോ ഈ നമ്മുടെ 2019 കേസിൽ ഒരു ഡബിൾ ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടിയത് കൊണ്ട് ഓൾറെഡി നമ്മുടെ കുറെ സാക്ഷികൾക്ക് നല്ല ഒരു ധൈര്യം കിട്ടും. ഇപ്പോൾ അത് കൂടാതെ പോലീസ് എപ്പോഴും ഈ സാക്ഷികൾക്ക് ഒപ്പം തന്നെയാണ്, ജനങ്ങൾക്ക് ഒപ്പം തന്നെയാണ്. സോ നമുക്ക് അത്ര ഒരു അതിൽ ചാലഞ്ച് വരാൻ പോകുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചാലഞ്ച് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കാര്യമായിട്ടുള്ള എഫേർട്ട് അതിൽ വാട്ട് എവർ ഇറ്റ് ഈസ് നീഡഡ് ടു ബി ഡൺ that we will be doing. ഈ വിധിയിൽ തീർത്തും തൃപ്തരാണ് പോലീസ്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ഫർദർ സെക്കൻഡ് കേസ് നമുക്ക് ഇപ്പോൾ ബാക്കിയുണ്ട്, അതിൽ നമുക്ക് ഫർദർ മുന്നോട്ട് കൊണ്ടുപോകാം.